നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 2 ശിഷ്യന്മാരെ, ഈശോയുടെ ശിഷ്യൻ, ഒരാണും ഒരു പെണ്ണും, 2 പേരെ പരിചയപ്പെടുക. ഇവരുടെ മനോഭാവം എന്താ പറയുക? പൂർണ്ണമായിട്ട് കർത്താവിന് സമർപ്പിച്ച 2 പേര്. ഒന്ന് മറിയം മഗ്ദലേന. എന്താണ് ഈ കമ്മിറ്റ്മെൻറ്റ്? ഇവർ മിനിമം കൊണ്ട് തൃപ്തിപ്പെടുന്നവരല്ല. 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലേന മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു. ഈ കേസ് ഗവൺമെൻറ് ഏറ്റെടുത്തൊരു കേസാണ്. വിപ്ലവം പ്രസംഗിച്ച ഒരു ചെറുപ്പക്കാരനെ കൊന്ന് കുഴിമാടത്തിൽ വെച്ച് അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ആ ഒരു വിവാദം നിലനിൽക്കെ പട്ടാളക്കാരെ കാവൽ നിർത്തിയ വിവാദമായ ഒരു കുഴിമാടത്തിൽ അതിരാവിലെ പാട്ടവളക്കം കത്തിച്ചുകൊണ്ട് ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ സെമിത്തേരിയിലേക്ക് ഒരു പെണ്ണ് വരിക. ഇതിൻ്റെ പേരാണ് കമ്മിറ്റ്മെൻറ്റ്. ഹൃദയത്തിൽ നിന്നായി വരവ്. പ്രിയപ്പെട്ടവർ, ഇരുട്ട് പേടിയില്ല, സെമിത്തേരി പേടിയില്ല, ഒറ്റയ്ക്ക് വരാൻ പേടിയില്ല. ഇവൾക്ക് മുതലുള്ള തിരുവചനങ്ങളാണ് നമുക്കറിയാവുന്ന ആ ബലിയെക്കുറിച്ചാണ്. ആദാമിൻ്റെ 2 മക്കൾ, ആദാമിനും ഹവ്വായ്ക്കും ആദ്യമേ 2 മക്കളായിരുന്നു. ആരൊക്കെയാണ്? കായേനും ആബേലും. ഈ കായേനും ആബേലും ദൈവത്തിന് ബലി അർപ്പിച്ചു. ആ ബലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മളിന്ന് ഈ ധ്യാന വിഷയം. എന്തുകൊണ്ടാണ് ഈ വിഷയം നമ്മളെടുത്തത്? വിഷയം ഇത്രയേ ഉള്ളൂ. 2 പേരും ബലിയർപ്പിച്ചു. 2 പേരും ബലിയർപ്പിച്ചത് നമുക്കറിയാം. ഒരാൾ വിജാതീയനല്ല. നമ്മൾ കായേനെ വിജാതീയനായിട്ടൊന്നും കാണരുത്. കായേൻ വിഗ്രഹാരാധകനൊന്നുമല്ല. കായേനും ബലിയർപ്പിച്ചത് ആർക്കാണ്? സർവശക്തനായ യഹോവയ്ക്കാണ്. ഇപ്പം ദൈവത്തിന് കായേനും ബലിയർപ്പിച്ചു, ആബേലും ബലിയർപ്പിച്ചു. താങ്ക്സ് ഗിവിങ് മാസമായിരുന്നു എന്ന് പറഞ്ഞാൽ കൃതജ്ഞതാ ബലി. അവർക്ക് കിട്ടിയ അധ്വാനത്തിൻ്റെ, ഒരാൾ കർഷകനായിരുന്നു, ഒരാൾ ഇടയനായിരുന്നു. അപ്പോൾ ഒരാൾക്ക് കിട്ടിയ വരുമാനത്തിൽ നിന്ന് ഒരാൾ, മറ്റൊരാൾക്ക് കിട്ടിയ കൃഷിയിൽ നിന്ന് മറ്റൊരാൾ. അപ്പം ഇങ്ങനെ 2 പേരും ദൈവത്തിന് ബലിയർപ്പിച്ചു. നമ്മുടെ വിഷയം ഇതാണ്. ദൈവം കായൻ്റെ ബലി സ്വീകരിച്ചില്ല, ആബേലിൻ്റെ ബലി ഉണ്ടെന്നില്ലേ സ്വീകരിച്ചു. ഉള്ളവർ പറയണേ സന്തോഷത്തോടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതികൾ ഇവിടെ മുഴങ്ങട്ടെ. മഴയാണെങ്കിൽ അല്ലേ ബിബിനെ? അതെ, ബിബിന് ആകെപ്പാടെ വലിയ തിരക്കിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നാണ് ബിബിനെ. സ്നേഹമുള്ളവരെ, 2 പേരും ബലിയർപ്പിച്ചു. ഇപ്പം കായൻ ബലിയർപ്പിച്ചിട്ട് എന്താ സ്വീകരിക്കാഞ്ഞെന്ന് പണ്ട് ഒന്നുകിൽ എൻ്റെ സൺഡേ സ്കൂൾ ടീച്ചറിന് അത് അറിഞ്ഞുകൂടായിരുന്നു, അല്ലെങ്കിൽ സൺഡേ സ്കൂൾ ടീച്ചർ വായിച്ച് പഠിച്ചതും മനസ്സിലാക്കിയതും തെറ്റായിട്ടാണ്. സൺഡേ സ്കൂൾ ടീച്ചർ പറഞ്ഞു തന്നു, കായേൻ എലി കടിച്ചതും പാറ്റ കരണ്ടതും ഒക്കെയാണ് കാഴ്ചവെച്ചത്. അതുകൊണ്ടാണ്. അങ്ങനെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്? ഇല്ല. നിങ്ങൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും. ഞാൻ ആദ്യമൊക്കെ കരുതിയത് കർത്താവിന് കൊടുക്കുമ്പം ഓഞ്ഞതും തേഞ്ഞതും ഒന്നും കൊടുക്കരുത്, അപ്പോഴാണ് കർത്താവ് അത് സ്വീകരിക്കുന്നത്. ഇപ്പം കായന് ഈ കപ്പയുടെയും കാച്ചിലിൻ്റെയും കുറച്ച് കരണ്ടതൊക്കെ കൊണ്ട് കൊടുത്ത്, അതുകൊണ്ടാണ് സ്വീകരിക്കാഞ്ഞത്. അതാണോ അതിൻ്റെ വാസ്തവം? നിങ്ങളെന്ത് പറയുന്നു? അതിൻ്റെ വാസ്തവം എന്താണ്? അതിൻ്റെ വാസ്തവം എന്താണെന്ന് നമ്മൾ ബൈബിളിൽ സൂക്ഷ്മമായി വായിച്ചാൽ മനസ്സിലാവും. നമ്മൾ ബൈബിളിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഒരിക്കൽ കായേൻ തൻ്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ചു. ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു. അടുത്ത വചനം, ആബേലിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു. എന്നാൽ കായേനിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല. അപ്പം ഇതിൻ്റെ കാരണം നമ്മൾ ശ്രദ്ധിക്കണം. ദൈവം ആദ്യമേ പ്രസാദിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഞാൻ എന്തെല്ലാം പ്രസംഗിച്ചാലും ഈ ബെന്യച്ചൻ്റെ ഹൃദയത്തിൽ എന്തോ ആണെന്ന് ഈശോ നോക്കും. ഇതിൽ പ്രസാദമുണ്ടാകണമെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ പ്രസാദിക്കണം. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത് ദൈവം ആബേലിലും പിന്നീടാണ് അവൻ്റെ കാണിക്കയിലും പ്രസാദിക്കുന്നത്. അപ്പം ദൈവം ആദ്യമേ നോക്കുന്നത് ഒരുവൻ്റെ ഹൃദയത്തിലേക്ക്. അപ്പം ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? ഇവിടെ ശ്രദ്ധിച്ച് വായിച്ചാൽ, സൂക്ഷ്മമായി വായിച്ചാൽ കാര്യം മനസ്സിലാകും. ഒരിക്കൽ കായേൻ തൻ്റെ വിളവിൽ ഒരു ഭാഗം ആൻ ഓഫറിങ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ. ആൻ ഓഫറിങ്, ഒരു ഭാഗം.
എന്നാൽ ആബേലാകട്ടെ, ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത്, ഒരു കുഞ്ഞിനെയല്ല, കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെല്ലാം എടുത്തിട്ട് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ, ഏറ്റവും മേധസ്സുള്ള കൊഴുപ്പുള്ള ഭാഗങ്ങൾ, ദ ബെസ്റ്റ് ഓഫറിങ്. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ മിനിമം ദൈവത്തിന് കൊടുക്കുന്നവരും മാക്സിമം ദൈവത്തിന് കൊടുക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസമാണ്. സ്നേഹമുള്ളവരെ, ബൈബിളിൻ്റെ തുടക്കം മുതൽ അവസാനത്തെ പുസ്തകമായി വെളിപാട് വരെ 2 നദികൾ ഒഴുകുന്നുണ്ട്. ഒന്ന് ഒരു മിനിമം നദി, വരണ്ടുണങ്ങിയ നൂല് പോലുള്ളൊരു നദി. രണ്ടാമത്തെ നദി നിറഞ്ഞൊഴുകുന്ന ഒരു നദി. ഈ 2 നദികളും ബൈബിൾ പറയുന്നുണ്ട്. എന്നിട്ട് ഒരു നദി ഒഴുകി ചെന്ന് വീഴുന്നത് വെളിപാടിൻ്റെ പുസ്തകം 17-ാം അധ്യായം ബാബിലോണിൽ ചെന്ന് വീഴും, മഹാവേശ്യയായ ബാബിലോൺ എന്ന നഗരം. എന്നാൽ മറ്റേ നദിയുണ്ടല്ലോ, ഒഴുകി വെളിപാടിൻ്റെ പുസ്തകം 21-22 അധ്യായങ്ങളിൽ ജെറുസലേം എന്ന പട്ടണത്തിൽ, വിശുദ്ധ നഗരത്തിൽ ചെന്ന് വീഴും. നിങ്ങൾ ബൈബിൾ ഉടനീളം സൂക്ഷ്മമായി വായിച്ചാൽ ഈ 2 ആറ്റിറ്റ്യൂഡ് കാണാൻ പറ്റും മനുഷ്യനിൽ. ഒന്ന് ഒരു മിനിമം ക്രിസ്ത്യാനി, 2 ഒരു മാക്സിമം ക്രിസ്ത്യാനി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു മിനിമം കൊണ്ട് ജീവിക്കുന്നത് അപകടമാണ്. നമ്മളിന്ന് ഈ ആബേലിനെയും കായേനെയും, ഇവർ 2 പേരെയും ഈശോ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്, ദൈവം എന്തുകൊണ്ടാണ് ആബേലിൽ പ്രീതിപ്പെട്ട് കായേനിൽ പ്രീതിപ്പെടാത്തത്. കാരണം നമ്മെ വചനം പഠിപ്പിക്കുകയാണ്, ആബേൽ തൻ്റെ കടിഞ്ഞൂൽ ആട്ടിൻകൂട്ടത്തിലെ എല്ലാം കടിഞ്ഞൂൽ കുട്ടികളെയും എടുത്തിട്ട് അവയുടെ ഏറ്റവും കൊഴുത്ത ഭാഗങ്ങൾ പ്ലൂറല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ഏറ്റവും മേധസ്സുള്ള ഏറ്റവും മികച്ചത് ദൈവത്തിന് കാഴ്ചവെച്ചു. ദൈവം എപ്പോഴും തിരയുന്നത് ദൈവത്തിന് ഏറ്റവും 1-ാം സ്ഥാനം കൊടുക്കുന്നവരെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈശോ ഓശാന പെരുന്നാൾ വരികയാണ് നാളെ കഴിഞ്ഞ്. ഈശോ പറയുകയാണ്, നിങ്ങൾ പോയി പട്ടണത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു കഴുതക്കുട്ടിയെ, എന്നിട്ട് ആ കഴുതക്കുട്ടിയുടെ വിശേഷണം എന്താണെന്നറിയാമോ? എന്താണ്? ആരും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടിയെ. എല്ലാവരും കയറി ഇറങ്ങി നടങ്ങിയ കഴുതയൊന്നും വേണ്ട, ആരും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടിയെ, കർത്താവിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് വേണം. അവ അഴിച്ചോണ്ട് പോവാം. എല്ലാവരും കയറി നിരങ്ങുന്നൊന്നും വേണ്ട, കർത്താവിനൊരാഗ്രഹമുണ്ട്, ഏറ്റവും ബെസ്റ്റ് ഹി നീഡ്സ്. അത് ഈശോയ്ക്ക് ആഗ്രഹമുണ്ട്. വലുതിനെ പറ്റി പറ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എല്ലാവരും ഇങ്ങനെ ഞൊണ്ടി പറക്കി നിരങ്ങിയിട്ട് പിന്നെ അവസാനം ഇരുന്നോട്ട് കർത്താവിന് അങ്ങനല്ല. ഈശോ ആഗ്രഹിക്കുന്നത് ദ ബെസ്റ്റ് ഓഫറിങ്. അതുകൊണ്ടാണ് ഈശോ തിബേരിയോസിന്റെ കടലിന്റെ തീരത്ത് വലയെറിഞ്ഞ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവീൻ. ഇപ്പോൾ പിടിച്ചത്, ഫ്രീസറിൽ വെച്ചതല്ല, ഫ്രിഡ്ജിൽ വെച്ചതല്ല, ഇപ്പം പിടിച്ച, ഐസ് ഇട്ടൊന്നുമല്ല, ഫ്രഷ്. വാട്ട് ഈസ് ഫ്രഷ് വിത്ത് യു? ഈശോയ്ക്ക് അത് ആഗ്രഹമാണ്, ദൈവത്തിനൊരാഗ്രഹമുണ്ട്, ദ ബെസ്റ്റ് ഓഫറിങ്. പ്രിയപ്പെട്ടവരെ, ദൈവം പ്രസാദിക്കുന്നത് മിനിമത്തിലല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളൊന്ന് സഞ്ചരിക്കാൻ ആഗ്രഹിക്കാം. ഈശോയെ, ഞങ്ങൾ നിനക്ക് ഏറ്റവും ബെസ്റ്റ് ഒന്നും തന്നിട്ടില്ല, ഒരു കുറ്റബോധമൊന്നും ഉണ്ടാവരുത്, ഈശോ പരിഹരിച്ചു തരും. അതുകൊണ്ട് ഇത് ദൈവമേ, ഞങ്ങളുടെയൊക്കെ ജീവിതം ബലഹീനമായ ജീവിതമാണ്, കുറവുള്ള ജീവിതമാണ്, ഞങ്ങൾക്ക് ഏറ്റവും നല്ലതൊന്നും തരാൻ പറ്റിയിട്ടില്ല. ദ ബെസ്റ്റ് ഇൻ അസ് നോട്ട് എറ്റ്. ഞങ്ങളിൽ ഏറ്റവും നല്ലത് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ ഈ സുവിശേഷം കേൾക്കുകയാണ്. അത് പുറത്തു വരുമ്പോൾ ഞങ്ങൾ അങ്ങേക്ക് തരാം. അതുകൊണ്ട് നമ്മൾ ഏറ്റവും നല്ലത് പുറത്തു വരാൻ വേണ്ടി ഈ സുവിശേഷം നമുക്ക് കാരണമാകട്ടെ. ഹല്ലേലൂയാ. ആരോഗ്യമൊന്നുമില്ല. ഹല്ലേലൂയാ. മക്കളെ, ഈ ഇൻവോൾവ്മെൻറ്റും കമ്മിറ്റ്മെൻറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് പള്ളിയിൽ ഇൻവോൾവ് ആയിട്ട് ഒരു മിനിമം ലെവലിൽ ജീവിച്ചു പോകാം. ഈശോയോടുള്ള ബന്ധത്തിൽ ഇൻവോൾവ് ആയിട്ട് ജീവിക്കാം. പള്ളിയിലാണോ? ആണ്. ഗത്സമൻ തോട്ടത്തിൽ ഈശോടൊപ്പം പ്രാർത്ഥിക്കാൻ പോയതാ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചു. ശരിക്കും പ്രാർത്ഥിച്ചോ? ഇല്ല. അവർ കർത്താവിൻ്റെ കൂടെ ആയിരുന്നോ? കർത്താവിൻ്റെ കൂടെ ആയിരുന്നു. ശരിക്കും കർത്താവിൻ്റെ കൂടെ ആയിരുന്നോ? അല്ല, ഉറങ്ങിപ്പോയി. ഈ ഇൻവോൾവ്മെൻറ്റും കമ്മിറ്റ്മെൻറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു മിനിമം ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന നമ്മൾ ജീവിച്ചു പോകും. പക്ഷേ കർത്താവ് പറയും, നമ്മുടെ കർത്താവ്, ഇത് സുവിശേഷത്തിലൂടെ നമ്മൾ പോകുമ്പോൾ മനസ്സിലാകും, ഇപ്പോഴും ഈശോ ആഗ്രഹിക്കുന്നത് നമ്മിലെ ഏറ്റവും നല്ലത്
കർത്താവിനാണ്. അസൂയുള്ളൊരു ദൈവത്തെക്കുറിച്ചാണ് ബൈബിൾ പറയുന്നത്. അതായത് എൻ്റെ സ്നേഹം വേറെ ആർക്കും പോലും, ഒന്നാം സ്ഥാനം എൻ്റെ ദൈവത്തിന് കൊടുക്കാൻ എനിക്ക് സാധിക്കണം. ഹല്ലേലൂയ. മഴയൊക്കെ ശക്തിയോട് പറഞ്ഞു ചൂടാവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സെമിനാരി പഠിച്ചിട്ടുണ്ട് ഒരു സെമിനാരിക്കാരനെ എനിക്കറിയാം. അതായത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വളരെ മിടുക്കനാണ്. ഈ മിടുക്കനായതുകൊണ്ട് റക്ടറച്ചൻ എന്ത് ചെയ്യുന്നറിയാമോ, ആദ്യത്തെ വർഷങ്ങളിലെല്ലാം ഈ സെമിനാരിക്കാർ ബ്രദറിനെയാണ് ആദ്യമേ ബീഡിലാക്കുക. ബീഡിലെന്ന് പറഞ്ഞാൽ പ്രീഫെക്റ്റ്, ഞങ്ങളുടെ ലീഡർ. അത് കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹത്തിന് അടുത്ത പ്രധാനപ്പെട്ട ഒരു ചാർജ്, പിന്നെ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട മറ്റൊരു ചാർജ്. അപ്പോൾ മറ്റച്ഛന്മാർ പറഞ്ഞു, അതെ ഈ ബ്രദറിന് തന്നെ എല്ലാ മുന്തിയ ചാർജും കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ബ്രദേഴ്സിനൊക്കെ അതൊരു ഇങ്ങനെ ആകും. അതുകൊണ്ട് ഈ ബ്രദറിന് ചെറിയ ജോലിയും കൂടെ ഒക്കെ കൊടുക്കണം. പക്ഷേ ഈ ബ്രദർ ഭയങ്കര ആക്റ്റീവാണ്, കമ്മിറ്റഡാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ റക്ടറച്ചൻ 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ ബ്രദറിന് ഒരു ജോലി കൊടുത്തു. എന്താണെന്നറിയാം, അവിടെ കുറേ മുയലുകളുണ്ട്, മുയലുകളെ നോക്കണം. അവിടെ കുറേ ലവ് ബേർഡ്സ് ഉണ്ട്, ലവ് ബേർഡ്സിന് തീറ്റ കൊടുക്കണം. അവിടെ കുറേ പന്നിയുണ്ട്, പന്നിക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പം ഇങ്ങനെ സെമിനാരിയിലെ ലാസ്റ്റ് ഗ്രേഡ്, ലോ ഗ്രേഡ് പിയൂൺ പോസ്റ്റുകൾ. ഓക്കെ, പ്രിൻസിപ്പൾമാരൊക്കെ പറയുന്നുണ്ട് പിയൂൺ പോസ്റ്റ്. പക്ഷേ ഈ ബ്രദർ ഉണ്ടല്ലോ ഭയങ്കര കമ്മിറ്റഡാണ്. ഞങ്ങൾ നോക്കിയപ്പം പഴകി പിഞ്ചി പോകാറായ ആ റാബിറ്റ് എൻ്റെ ഡെന്നുണ്ടല്ലോ, അവിടെ ഈ ഈ ഈ ഈ കൂടുകൾ മുഴുവനും ഇദ്ദേഹം ഒരു ഇച്ചിരി 2 ലിറ്റർ പെയിൻ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇത് മുഴുവനും പെയിൻ്റ് അടിച്ച് പല കളർഫുള്ളാക്കി വന്നു. എന്നിട്ട് ഈ മൊയിലിൻ്റെ കൂടെ ഒരു 3 അങ്ങ് തിരിച്ചു. 1 മുട്ടന്മാർക്ക് വേണ്ടിയിട്ടൊരു കൂടെ, 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, 3 പ്രസവ വാർഡ് വേറെ ഉണ്ടോ. അപ്പം ഇങ്ങനെ പ്രത്യേകം ഇദ്ദേഹം വളരെ ആക്റ്റീവാണ്. ഇദ്ദേഹം നോക്കുമ്പോൾ ആ പഴകിയ സ്ഥലം മുഴുവനും വളരെ കളർഫുള്ളായിട്ട്, വളരെ ആക്റ്റീവായിട്ട്. അദ്ദേഹത്തിനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. എൻ്റെ പേരാണ് കമ്മിറ്റ്മെൻറ്റ്. പണ്ട് ഒരു കോഴിയും പന്നിയും കൂടെ അമേരിക്കയ്ക്ക് പോയ കഥ അറിയാമോ? കാര്യം മനസ്സിലാകാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. 2 പേരും കൂടി ഇങ്ങനെ അമേരിക്കയ്ക്ക് പോയി. അവിടെ ചെന്നപ്പോൾ സായിപ്പ് പറഞ്ഞു, കമോൺ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ 2 പേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചെന്നാൽ, കോഴിയും പന്നിയുമേ 2 പേരും കൂടെ ബ്രേക്ക്ഫാസ്റ്റിന് ഇരുന്നപ്പോഴത്തേന് സായിപ്പ് പറഞ്ഞു, ഇവിടുത്തെ രീതി മലയാളികളുടെ രീതിയൊന്നുമല്ല, നമ്മളുടെ കാര്യങ്ങൾ അടുക്കള ജോലി ചെയ്താലേ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടത്തുള്ളൂ, അല്ലാതെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ചുമ്മാ കസേര വലിച്ചിട്ടങ്ങ് ഇരുന്നാൽ മതി, അതുപോലെ അല്ല, വരാൻ പറഞ്ഞു. അങ്ങനെ ഇവർ 2 പേരും കൂടെ അടുക്കളയിൽ പോകുന്ന പന്നി പറഞ്ഞ്, എടാ ഇത് അപകടമാണെന്ന്. കോഴി പറഞ്ഞു, കുഴപ്പമില്ല, വാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, നമ്മുടെ കൂടെ ഇൻവോൾവ്മെൻറ്റ്. അപ്പം പന്നി പറഞ്ഞു, അതെ നിനക്കിതൊരു ഇൻവോൾവ്മെൻറ്റിൻ്റെ വിഷയമാണ്, എനിക്കിതൊരു കമ്മിറ്റ്മെൻറ്റിൻ്റെ വിഷയമാണ്. ബ്രേക്ക്ഫാസ്റ്റിനെ നിനക്കൊരു മുട്ടയിട്ട് കൊടുത്താൽ മതി, എനിക്ക് എൻ്റെ കുറങ്ങ് വെട്ടിക്കൊണ്ട് പോകാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. ഇതാണ് കമ്മിറ്റ്മെൻറ്റും ഇൻവോൾവ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം. വില കൊടുക്കുന്ന വിഷയത്തിൻ്റെ പേരാണ് കമ്മിറ്റ്മെൻറ്റ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനികൾ 2 രീതിയിലുണ്ട്. 1 ആബേൽ ക്രിസ്ത്യാനി, 2 കായൻ ക്രിസ്ത്യാനി. കായൻ്റെ പ്രത്യേകത വളരെ മിനിമം, ഒരു ഭാഗം അല്പം മാത്രം കൊടുത്ത് എങ്ങനെ രക്ഷപ്പെടാൻ നോക്കും. അച്ഛാ സിനിമ കണ്ട സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ലേ? ഒരു വന്ന് ചോദിക്കാൻ. സിനിമ കണ്ടാലേ അച്ഛാ അവനെങ്ങനെയും സ്വർഗത്തിൽ പോകണം, പക്ഷേ സിനിമ കാണാതിരിക്കാനും പറ്റില്ല. അപ്പോൾ ഇവൻ്റെ മനസ്സിൽ കിടന്ന് ഇത് കോൺഫ്ലിക്റ്റാണ്. അതുകൊണ്ട് മിനിമം 40 മാർക്ക് വാങ്ങിച്ച് സ്വർഗത്തിൽ പോകാനുള്ളൊരു ശ്രമം നടത്തുന്ന ആൾക്കാരുണ്ട് അല്ലേ? നമ്മുടെ വീട്ടിലേ നമ്മുടെ മകൻ വന്നിട്ട് പറയുകയാണ്, പപ്പ എൻ്റെ സ്കൂളിൽ ഞാൻ ചോദിച്ചു എല്ലാ വിഷയത്തിനും ജയിക്കാൻ 40% മതി. എത്ര കൂട്ടനൊക്കെ എത്ര വേണം ജയിക്കാൻ? 3 വേണമല്ലേ? 40 മാർക്ക്. ഇവൻ എല്ലാ വിഷയത്തിനും 40 മാർക്ക് വാങ്ങിച്ചപ്പോൾ പപ്പ ഇവനെ നോക്കിയിട്ട് ഹായ് ഐ ലവ് യു ഡാർലിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവന് കൈ കൊടുക്കുമോ? പപ്പ ഇവനോട് പറയും, എന്ത് പറയുന്നത്, പപ്പായ്ക്ക് മിനിമം കൊണ്ട് തൃപ്തി വരില്ല. അങ്ങനെയെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നമ്മളെ വിളിക്കുന്നത് മക്കളെന്നാ. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു മിനിമം ഒരു അരമണിക്കൂർ ബൈബിൾ വായിച്ചു, മിനിമം ഒരു കൊന്ത കഷ്ടിച്ചുറങ്ങി ചൊല്ലി, മിനിമം പള്ളി വന്നു, ഒരു കുർബാന, ഇതെങ്ങനെയും അരമണിക്കൂർ കൊടുത്ത് കുറഞ്ഞിരുന്നെങ്കിൽ ഇതെന്നാ കുർബാന ഇത്. ഒരിക്കൽ ഒരാൾ എന്നെ കല്യാണത്തിന് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ കൃത്യം 11 മണിക്ക് തന്നെ വരണേ. ഞാൻ 10:45 എന്ന്. 11 11:15 11:30 അടുക്കാറായപ്പോൾ ഓടി വന്നേക്കുന്നു. എന്നോട് പറയാണ്, അച്ഛാ ഓഡിറ്റോറിയം അങ്ങ് ദൂരെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്, ഇതാരെ അച്ഛാ 3/4 മണിക്കൂർ കൊണ്ട് അങ്ങ് തീർക്കണേ കല്യാണമേ. മിനിമം ഫോട്ടോ എടുക്കാനും ആഡംബരത്തിനൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ട്, പക്ഷേ
കർത്താവിനോടുള്ള ബന്ധത്തെ മിനിമം. പ്രിയപ്പെട്ടവരെ, ഇത് കർത്താവ് വലിയ വിഷമമാണ്. അതിനാൽ നമ്മൾ ഈ മിനിമം ക്രിസ്ത്യാനിയിൽ നിന്ന് ഒരു മാക്സിമം ക്രിസ്ത്യാനി, അതൊരു പ്രത്യേക ഒരു അനോയിൻറ്റിങ് ആണ്. അതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ, എൻ്റെ കർത്താവിന് ഞാൻ എല്ലാം മാക്സിമം നന്നായി ചെയ്യും. ആ ഒരു ചിന്ത വരുമ്പോൾ ഉണ്ടല്ലോ പ്രിയപ്പെട്ടവർ, നമ്മുടെ വണ്ടിയൊക്കെ ഓടിക്കാൻ പോകുമ്പോൾ, പണ്ടൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടല്ലോ വളരെ സൂക്ഷ്മതയോടെ ഗിയറെ നോക്കി, ക്ലച്ച് എവിടെയും നോക്കി, ബ്രേക്ക് നോക്കി, അങ്ങനെയൊക്കെ ഓടിക്കരുത്. അത് പരിശീലിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മളറിയാം നമ്മുടെ ബോഡി ഈ വണ്ടിയുടെ മുഴുവൻ നിയന്ത്രണം ഏറ്റെടുക്കും. നമ്മുടെ ബുദ്ധി ഇത് ഏറ്റെടുത്തോളൂ, നമ്മളൊന്നും അറിയണ്ട. ഇതുപോലെ പ്രിയപ്പെട്ടവർ, ദൈവത്തിന് നമ്മൾ പൂർണ്ണമായി എല്ലാം വിട്ടുകൊടുത്താണ്ടല്ലോ, കമ്മിറ്റഡായ ദൈവം ഇതിൻ്റെ നിയന്ത്രണം, ജീവിതത്തിൻ്റെ നിയന്ത്രണം മുഴുവൻ ഏറ്റെടുക്കും. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. പിന്നെ നമ്മൾ പോലും അറിയത്തില്ല വണ്ടി പോകുന്ന കാര്യമോ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കും. നമ്മളിന്ന് ഒരു പ്രധാന പാഠം പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈശോയെ എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ നിയന്ത്രണം ഏറ്റെടുക്കുമാറ് എനിക്കൊരു അനോയിൻറ്റിങ് തരണം, ഒരു വരം തരണം. എൻ്റെ ജീവിതത്തെ എൻ്റെ കർത്താവ് കഴിഞ്ഞിട്ട് മതി എനിക്കെല്ലാവരും. ഞാനത് പറയാൻ കാര്യം എന്താ പറയുക, ഇത്രയും പെരുമഴയായിട്ട് നിങ്ങൾ ഇത്രയും പേര് ഓടി വന്നല്ലോ. ഇത് നിസ്സാര കാര്യമല്ല. നിങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് 40-ാം പള്ളിയല്ലേ പോയേക്കാം, അങ്ങനൊന്നുമല്ല. അങ്ങനെ വിചാരിച്ച് എത്ര പേരുണ്ട്? പക്ഷെ ഒരു പ്രതിസന്ധി വന്നിട്ടും എൻ്റെ കർത്താവിന് ഒരാരാധന ഞാൻ കൊടുക്കണം. ഇപ്പോഴും മഴയാ, പക്ഷെ എന്നാലും ഞാൻ പോകും. ഇത് പ്രിയപ്പെട്ടവരെ, ഈശോ നമുക്ക് തന്ന ഒരു വലിയ വരമാണ്. ഇത് വിശ്വസിച്ച് നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഈശോ തന്ന കൃപയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പഴയ നിയമത്തിൻ്റെ കൂടെ ഞാൻ പറയാണ്. ഈ ഏദൻ തൊട്ട് ഈ വെളിപാട് പുസ്തകം വരെ ഈ 2 നദികൾ കാണാം. ഒന്ന് കായേൻ നദി, 2 ആബേൽ നദി. ഒന്ന് മിനിമം ക്രിസ്ത്യാനി, 2 മാക്സിമം ക്രിസ്ത്യാനി. പിന്നെ നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന അബ്രഹാം വളരെ പെട്ടെന്നാണ് ഇവരൊക്കെ ഒന്ന് പരിചയപ്പെട്ടു പോകുന്നത്. അബ്രഹാമിന് ദൈവം കൊടുത്തൊരു കൃപയാണ്, മാക്സിമം നീ എനിക്ക് തരണം, നിന്നെ തന്നെ പൂർണ്ണമായിട്ട് എനിക്ക് തരണം. പക്ഷെ അബ്രഹാമിൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു, ലോത്തിൻ്റെ പ്രത്യേകത എന്താ പറയുക, ലോത്ത് ഒരു മിനിമം ക്രിസ്ത്യാനി, മിനിമം. പക്ഷെ അബ്രഹാമും ആദ്യമേ ഒരു മിനിമം ക്രിസ്ത്യാനി ആയിരുന്നേ. ദൈവമായ കർത്താവ് ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം വായിച്ച കുഞ്ഞ്. ഉൽപ്പത്തി 12-ന്റെ 1-ാം വാക്യം. കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ, ദൈവമായ കർത്താവിനോട് പറഞ്ഞു, നീ ഒരു മാക്സിമം കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറണം. എന്തൊക്കെ വിട്ട് കളയണം? നീ നിന്റെ ദേശത്തെ വിടണം, ബന്ധുക്കളെ വിടണം, പിതൃഭവനത്തെ വിടണം. പക്ഷേ അബ്രാം യാത്ര തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ എല്ലാവരും കൊണ്ട് ഇങ്ങനെ വന്ന്. ആദ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ അബ്രാം അത്ര കമ്മിറ്റഡ് ആയിരുന്നില്ല. ദൈവം വിളിച്ചതുകൊണ്ട് ഇൻവോൾവ് ആയിരുന്നു. അതാണ് 11-ാം അധ്യായത്തിൻ്റെ 31-32 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. തേരഹ് കൽദായരുടെ ഊറിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. മകൻ അബ്രഹാമിനെയും പേരക്കിടാവും ഹാരാന്റെ മകനുമായ ലോത്തിനെയും അബ്രഹാമിന്റെ ഭാര്യയും തൻ്റെ മരുമകളുമായ സാറായിയെയും അവൻ കൂടെ കൊണ്ടുപോയി. അവർ ഹാരാനിലെത്തി അവിടെ താമസം ഉറപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അബ്രഹാം ആദ്യത്തെ യാത്ര ചെയ്യുമ്പോണ്ടല്ലോ, കാനാനിലേക്ക് വരുന്നതിന് മുൻപ് ആദ്യത്തെ യാത്ര ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ദൈവം അബ്രഹാമിൻ്റെ ഡാഡിയെ അങ്ങ് മരിപ്പിച്ച്. നിങ്ങൾ നോക്കിയേ, തേരഹ് 205 വർഷം ജീവിച്ചിരുന്നു. അവൻ ഹാരാനിൽ വെച്ച് മൃതി അടഞ്ഞു. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, പിതൃഭവനം കൊണ്ടുവരരുത്, കമ്മിറ്റഡ് ആയിരിക്കണം, ഫുള്ളി കമ്മിറ്റഡ്. നിന്റെ അപ്പനും കൂട്ടരും പിതൃഭവനം അവിടെ നിൽക്കും. അവിടെ നിന്ന് ഹാരാനിൽ വെച്ച് അപ്പൻ കൂട്ടരങ്ങ് തീർന്നു. വീണ്ടും അബ്രഹാം യാത്ര തുടർന്നു. അപ്പോഴും അബ്രഹാമിൻ്റെ കൂടെ ആരുണ്ട്? ബന്ധുക്കളുണ്ട്. ആര്? ലോത്തും കുടുംബമൊക്കെ ഉണ്ട്. 13-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 13-ന്റെ 7-ാം വാക്യം. അബ്രാമിന്റെയും ലോത്തിന്റെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി. ദൈവം ഈ ഗ്രൂപ്പിൽ കർത്താവ് കലഹം അനുവദിച്ചു. ഇനിയും 11-ാം വാക്യം വായിച്ചേ. ലോത്ത് ജോർദാൻ സമതലം തിരഞ്ഞെടുത്തു. അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു. അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രഹാമിനെ ഒറ്റയ്ക്കാക്കുകയാണ് ദൈവം. കാരണം ഒരു കമ്മിറ്റ്മെന്റിന് വേണ്ടി ദൈവം ഒരുക്കുകയാണ്. ബന്ധുജനവും പിരിഞ്ഞു, ലോത്തും പിരിഞ്ഞു. ഇനി ആരാ പിരിയാനുള്ളേ? നോക്കുമ്പോൾ അബ്രഹാം ഒറ്റയ്ക്കായി. പിതൃഭവനം വിട്ടു, ദേശം നേരത്തെ വിട്ടു, പിതൃഭവനം വിട്ടു, ബന്ധുജനം വിട്ടു.
ഇനി ആരാ ഉള്ളേ? അബ്രഹാം ഒറ്റയ്ക്കായി. അങ്ങനെ ഇരിക്കുമ്പോൾ 50 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ അബ്രഹാമിനൊരു കുഞ്ഞ് പിറന്നു. അപ്പോൾ അബ്രഹാമിന് മനസ്സിലായി കമ്മിറ്റ്മെൻറ്റിൽ ഇച്ചിരി കുറഞ്ഞു. കുഞ്ഞിനെ ലാളിച്ചുകൊണ്ട് ഇസ്ഹാക്കിനെയും കൊണ്ട് ഇങ്ങനെ നടന്നപ്പോൾ ദൈവം പറഞ്ഞു, അബ്രഹാം കുഞ്ഞൊക്കെ ഇരുന്നോട്ട്, പക്ഷേ നിന്റെ പൂർണ്ണമായ കമ്മിറ്റ്മെൻറ്റ് എൻ്റെ അടുത്തായിരിക്കണം. അബ്രഹാം അതിന് കൊടുത്തില്ല. 22-ാം അധ്യായത്തിൽ, ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 2-ാം തിരുവചനത്തിൽ ദൈവം പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ഒരു ദഹനബലിയായി അർപ്പിക്കണം. നീ അവനെ എനിക്ക് ദഹനബലിയായി അർപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, എന്താണെന്നറിയാമോ? അബ്രഹാമിനെ ദൈവം വളർത്തുന്ന ഒരു വഴിയാണ് ഫുള്ളി കമ്മിറ്റഡ് ആയിരിക്കണം. അതിനാരെങ്കിലും അബ്രഹാമിന് മീതെ നിന്നാ ദൈവം അതിനെ അങ്ങ് എടുത്തു കളയും. ഇങ്ങനൊരു ദൈവമുണ്ട്. ഈ ഒരു ദൈവം ക്രൂരനല്ലേ എന്നൊക്കെ ചിന്തിച്ചേക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരിക്കലും ക്രൂരനല്ല. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നീ ഒരു അനുഗ്രഹമാകാൻ, നീ ലോകത്തിനൊരു അനുഗ്രഹമാകാൻ വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് കമ്മിറ്റ്മെൻറ്റ്. മാക്സിമം ദൈവത്തിന് കൊടുക്കുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് ദൈവം നിന്നെ വളർത്താൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ എസെക്കിയേലിന് ഇനി നമ്മൾ ഈ പഴയ നിയമത്തിലൂടെ വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരു ഓട്ടപ്രദക്ഷിണം നടത്തുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാകും, ഈ ബൈബിളിൽ 3 വ്യക്തികളെ ദൈവം പൂർണ്ണമായി കമ്മിറ്റ്മെൻറ്റിലേക്ക് വളർത്തുന്നവരുണ്ട്. പൂർണ്ണ ക്രിസ്ത്യാനികൾ, മാക്സിമം ദൈവത്തിന് കൊടുക്കുന്ന ക്രിസ്ത്യാനികളുടെ കണക്കെ ദൈവം പഴയ നിയമത്തിൽ 3 പേരെയാണ് പേരെടുത്ത് അനുഗ്രഹിച്ചിരിക്കുന്നത്. അത് എസെക്കിയേലിൻ്റെ പുസ്തകത്തിലെ 14-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. എസെക്കിയേലിൻ്റെ പുസ്തകം 14-ാം അധ്യായം 1-2 വാക്യങ്ങളാണ് ആദ്യമേ വായിക്കും. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരിൽ ചിലർ വന്ന് എന്റെ മുൻപിലിരുന്നു. എനിക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, മനുഷ്യപുത്ര, ഇവർ വിഗ്രഹങ്ങളെ തങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അവരുടെ പാപഹേതുക്കൾ അവരുടെ കൺമുൻപിൽ തന്നെയുണ്ട്. അവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയണമോ? അതായത് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാര് വന്നിട്ട് എസെക്കിയേലിന്റെ മുമ്പിലിരുന്നു. അപ്പോൾ എസെക്കിയേലിന് ദൈവത്തിൻ്റെ ഒരു അരുളപ്പാടുണ്ടായി. ദൈവം ഇങ്ങനെ പറഞ്ഞത്, മനുഷ്യപുത്ര, പ്രവാചക, ഈ വന്നിരിക്കുന്നവരുണ്ടല്ലോ, ഇവരുടെ ഹൃദയത്തിൽ വിഗ്രഹമുണ്ട്. ഇവര് കർത്താവിനെ അന്വേഷിച്ച് വന്നിരിക്കുകയാണ്, പക്ഷേ ഇവരുടെ ഹൃദയങ്ങളിലെല്ലാം വിഗ്രഹമാണ്. എന്ന് പറഞ്ഞാൽ ഇവരൊരു മിനിമം ലെവലിൽ വന്നിരിക്കുന്നവരാണ്. പുറമേ നോക്കിയാൽ ഭക്തരാണ് ഇവർ, പക്ഷെ ഇവർ കമ്മിറ്റഡ് അല്ല. ഇവരുടെ ഹൃദയം എനിക്ക് തന്നിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ബൈബിളിൽ അതിൻ്റെ 14-ാം വാക്യം, നോഹ, ദാനിയേൽ, ജോബ് എന്നീ 3 പേർ അവിടെ ഉണ്ടെങ്കിൽ തന്നെയും അവരുടെ നീതി ഹേതുവായി അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. എസെക്കിയേലിനോട് ദൈവം പറയുകയാണ്, ഇവരെ ഞാൻ രക്ഷിക്കില്ല. ആരെ? ഈ ഹൃദയത്തിൽ വഞ്ചനയുമായി വിഗ്രഹവുമായി വന്നിരിക്കുന്ന മിനിമം ക്രിസ്ത്യാനികളുണ്ടല്ലോ. കർത്താവെ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ എന്താ കൊടുക്കേണ്ടി? സ്വർഗത്തിൽ പോകാൻ വേണ്ടി മാത്രമുള്ള ക്രിസ്ത്യാനികൾ, മിനിമം. പള്ളിയിലെ മെമ്പർഷിപ്പ് മാത്രം എടുത്ത് ജീവിക്കുന്നവരുണ്ടല്ലോ, ഒരു മെമ്പർഷിപ്പ് മതി. പള്ളിയിലെ മാസവരി കൃത്യം 100 രൂപ കൊടുത്ത് ജീവിക്കുന്നവരുണ്ടല്ലോ, 100 രൂപ. എന്തിനാ? മെമ്പർഷിപ്പ് വരും, മരിച്ചാൽ അടക്കം കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മിനിമം ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവരെ നോക്കിയിട്ട് കർത്താവ് പറയുകയാണ്, ഇവരുടെ കണ്ണിൻ്റെ മുൻപിൽ പാപഹേതുക്കൾ ഇഷ്ടം പോലുണ്ട്. ഇവരുടെ ഹൃദയത്തിൽ വിഗ്രഹങ്ങളാണ്. ഇവരൊരു മിനിമം ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക. ഇവർക്ക് എൻ്റെ സഭയോട് കമ്മിറ്റ്മെൻ്റ് ഇല്ല. ഇവർ ദൈവിക കാര്യങ്ങളോട് താല്പര്യമില്ല. ഇവരെങ്ങനെയും കഷ്ടിച്ച് സ്വർഗത്തിലെത്തിയാൽ മതി എന്ന് പറഞ്ഞു. ബാക്കി കാര്യങ്ങളിലെല്ലാം ഇവർ നാട്ടിലെ കാര്യങ്ങൾ ഇൻവോൾവ്. ഇവർ ചന്തയിൽ പോയൊരു മീൻ വാങ്ങിച്ചാൽ എത്ര തവണ ഇവർ ബാർഗൈൻ ചെയ്യുമെന്നറിയാമോ? എത്ര രൂപയ്ക്ക്? 50 രൂപയ്ക്ക് കുറച്ച് കിട്ടാൻ. ഇവരിങ്ങനെ പണത്തിൻ്റെ കാര്യത്തിൽ ഇവരങ്ങ് കമ്മിറ്റഡാണ്. എന്നാൽ പള്ളിയിൽ കാണിക്കിടുന്ന കാര്യത്തിലോ 20 രൂപ എടുത്തിട്ട് പിന്നെ ഇട്ടിട്ട് 10 രൂപ തിരിച്ചെടുക്കും. ഇവർ സ്വന്തം കാര്യം വരുമ്പോൾ ഉണ്ടല്ലോ, ഇവരങ്ങ് ഭയങ്കര ഇൻവോൾവാണ്, ഭയങ്കരമായിട്ട് കമ്മിറ്റഡാണ്. പക്ഷേ ഇവർ ബാക്കി കാര്യങ്ങൾ വളരെ മിനിമം. അങ്ങനെ ചില ആളുകളുണ്ട്. വിവാഹത്തിനൊക്കെ പള്ളിയിൽ പ്രസാരം കൊടുക്കുന്ന കാര്യമുണ്ട്, വിഷയമുണ്ട്. വന്നിട്ട് ചില ആളുകൾ, ഇവിടെ ഒന്നുമല്ല കേട്ടോ, പല സ്ഥലങ്ങളിലെ കാര്യം ഞാൻ ഈ പറയുന്നത് ഒത്തിരി അടുത്ത് പോകുന്നുണ്ട്, നിങ്ങളിത് ഓർത്ത് മനസ്സ് സൂക്ഷിക്കൊന്നും വേണ്ട. കല്യാണത്തിന് വികാരിയച്ഛനുമായിട്ട് 5000 രൂപയ്ക്ക് അടി. എന്താണെന്നറിയാം? പ്രസാരം. അച്ഛൻ 5000 രൂപ. രായ്ക്കുട്ടിയുടെ മോനോ ഈ 2500 കൊടുത്തുള്ളൂ. അച്ഛനെന്താ ഇത് എന്നോട്?
അത് പള്ളിക്കാരോട് അടി, യുദ്ധം, വഴക്ക്. അപ്പോൾ പള്ളി മാറാനുള്ള ശ്രമത്തിലൊക്കെ നിൽക്കുകയാണ്. കാരണം എന്താ 2000. എന്നാൽ ബ്യൂട്ടീഷ്യനോട് 50,000 കൊടുത്ത കുഴപ്പമില്ല. മറ്റൊരു പൂ ഇങ്ങനെ കാറിൻ്റെ മുണ്ടയ്ക്ക് വെച്ചല്ലോ, ഹാർട്ടിൻ്റെ ചവത്തി, അതിന് 13,500 രൂപ കൊടുത്തതിന് കുഴപ്പമില്ല. പക്ഷേ ഈ 5,000 ഭയങ്കര അടിയാണ്. മിനിമം ക്രിസ്ത്യാനി. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇത് നോക്കിയിട്ട് വേദനയോട് പറയുന്ന വചനം ഉണ്ടെന്നറിയാമോ? ഇവർ വെറുതെ പള്ളി വന്നിട്ട് ദൈവം എന്ത് പറയുന്നു എന്നൊക്കെ ചോദിക്കാൻ ചുമ്മാ ഇരിക്കുന്ന, ഇവരുടെ ഹൃദയത്തിൽ ഒരു മാറ്റം വന്നിട്ടില്ല. എന്നിട്ട് ദൈവം പറയാണ് 3 പേര്, ബൈബിളിൽ 3 പേര്. 1 നോഹ, 2 ദാനിയേൽ, 3 ജോബ്. ഈ 3 പേര് ഇവർക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ വന്നാലും ഞാൻ ഈ 3 പേരെ രക്ഷിക്കത്തുള്ളൂ. കാരണം അവർ ഓക്കെയാണ്, അവർ ഫുൾ ക്രിസ്ത്യാനികളാണ്. ബാക്കി ഇവരെ ഞാൻ ശരിയാക്കും, ഇവരെ ഞാൻ വിട്ടു. ഇവർ മിനിമം ക്രിസ്ത്യാനികളാണെന്ന് മനസ്സിലാകുന്നുണ്ടോ? കാര്യങ്ങൾ തണുപ്പായിട്ട് ഇങ്ങനെ കുനിപ്പടച്ചിരിക്കുകയാണ്. പിടികിട്ടണുണ്ടോ? ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നോഹ എന്താ? ഈ നോഹയുടെ പ്രത്യേകത എന്നറിയാമോ? കമ്മിറ്റ്മെന്റിന്റെ ആശാന. നോഹയോട് ദൈവം പറഞ്ഞു, നോഹേ ഒരു പെട്ടകം പണിയണം. നോഹ പറഞ്ഞു റെഡി. നോഹ പെട്ടകം പണിത് എവിടെന്നറിയോ? മലയുടെ മണ്ടയ്ക്ക്. നാട്ടുകാർ പറഞ്ഞു വട്ട് പോഴൻ ഇടം തടാകത്തിന്റെ തീരത്തെങ്ങാനും കൊണ്ടുപോയി ഇത് പണിയേണ്ടതിന് പകരം, വള്ളം പണിയേണ്ടതിന് പകരം മലയുടെ മണ്ടയ്ക്ക് പെട്ടകം. അതും നിനക്ക് നിന്റെ കുടുംബത്തിന് വേണ്ടി ചെറിയൊരു വഞ്ചി പണിതാൽ പോരായിരുന്നോ? ഇത് വലിയ മുഴുത്ത പെട്ടകം. വട്ടല്ലേടാ. അതും ഈ വേനൽക്കാലത്ത് വല്ല വഞ്ചി പണിതിട്ട് കാര്യമുണ്ടോ? മഴക്കാലത്ത് വല്ലതും പണി. ഇവൻ നട്ടിരിയാണി വെയിലത്ത് ഇവനും മക്കളും കൂടെ പെട്ടകം പണി. കർത്താവ് പറഞ്ഞത് അച്ചട്ടായിട്ട് അങ്ങോട്ട് അനുസരിക്കുന്നു. കർത്താവിന് ഫുള്ളായിട്ട് കമ്മിറ്റഡ് ആണ് ഇവർ. ലോകം പറഞ്ഞു വട്ടത്തരം, മണ്ടത്തരം. പക്ഷേ കർത്താവ് പറഞ്ഞു നോഹ ഇങ്ങോട്ട് മാറ്റി നിർത്താം. പുതിയ നിയമത്തിൽ ഇവൻ കമ്മിറ്റഡ് ആണ്. അതുകൊണ്ടാണ് എസെക്കിയേലിന്റെ പുസ്തകത്തിൽ 14-ാം വാക്യത്തിൽ നോഹ, ദാനിയേൽ, ജോബ്, ഇത് 3 പേരും ഈ ആബേലിന്റെ നദിയിലൂടെ നടക്കുന്ന ആളുകളാണ്. രണ്ടാമത് ആരാണ്? ദാനിയേൽ. ദാനിയേലിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ദാനിയേലിന്റെ കൂടെ 3 ചെറുപ്പക്കാരുമുണ്ട്. ആ 3 ചെറുപ്പക്കാരുടെ പേരാണ് എന്തൊക്കെ? ഷദ്രാഖ്, മെഷാഖ്, അബദ്നെഗോ. ഈ 3 പേര്. ദാനിയേലിന്റെ കൂടെ ഇവർ 4 പേര് ബാബിലോണിന്റെ നെബൂഖദ്നേസർ രാജാവിന്റെ കൊട്ടാരത്തിലെ വിദഗ്ധരായ ആളുകളാണ്. യഹൂദരാണ്, ദൈവത്തിന് ജ്ഞാനമുള്ള, അഭിഷേകമുള്ളവരാണ്. എന്താ ഇവരുടെ പ്രത്യേകത എന്നറിയാമോ? ഒരു ദിവസം നെബൂഖദ്നേസർ രാജാവ് ഒരു വലിയ പ്രതിമ, തൻ്റെ തന്നെ പ്രതിമ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, ജനമേ കേട്ടോ, ഞാനാണ് ഇനി രാജാവ്, ഞാനാണ് ഇനി ദൈവം, എന്നെ എല്ലാവരും ആരാധിച്ചിട്ട് വേണം ഇനി ജോലിക്ക് പോകാൻ. ഈ 4 ചെറുപ്പക്കാർ പറഞ്ഞു സൗകര്യമില്ലെന്ന് പറഞ്ഞു. നാട്ടുകാർ എന്ന് പറഞ്ഞു, രാജാവെ എല്ലാവരും അങ്ങ് വണങ്ങുന്നു, പക്ഷേ ആ മെഷാക്ക്, ഷദ്രാക്ക്, മെഷാക്ക്, അബദ്നെഗോ ഈ ടീം വണങ്ങുന്നില്ലെന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞു ഇപ്പം ശരിയാക്കാന്ന് പറഞ്ഞു. ഒരു ചൂള തീ കത്തിക്കാൻ പറഞ്ഞു. ഫർണസ് 10,000 ഡിഗ്രി അടുത്ത് പോയാൽ കത്തിപ്പോവും, ആ രീതി. എന്നിട്ട് ഈ 3 പേരെയും കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ദാനിയേലിൻ്റെ ടീമാണ്, ദാനിയേൽ കോച്ചിങ് കൊടുത്ത ആൾക്കാരാ. പറഞ്ഞു കണ്ടോ കത്തിച്ച് കളയെന്ന് പറഞ്ഞു, എന്നെ വണങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു രാജാവേ സൗകര്യമില്ല, വണങ്ങുകയില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ്, നീ ഞങ്ങളെ പിടിച്ച് അതിനകത്ത് ഇട്ടാലും ഞങ്ങളുടെ ഒരു ദൈവമുണ്ട് സർവശക്തൻ, അവൻ ഞങ്ങളെ തീയിൽ നിന്ന് രക്ഷിക്കും. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം തിരുവചനമാണ്. 3:17-18. ദൈവം ഞങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കും. എന്നിട്ട് പറഞ്ഞൊരു വചനമാണ് ഇവർ കമ്മിറ്റഡ് ആണെന്നുള്ളതിൻ്റെ തെളിവ്. ഇവർ പറഞ്ഞെന്തെന്നറിയാമോ? രാജാവേ, 18-ാം വാക്യം, ഇതുകൂടെ നീ കേട്ടോ, ഞങ്ങളുടെ ദൈവം, സർവശക്തനായ ദൈവം ഈ എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്നില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവം മതി, ഞങ്ങൾക്ക് നിന്റെ ദൈവം വേണ്ട. ഇതിൻ്റെ പേരാണ് കമ്മിറ്റ്മെന്റ്. ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ ഈ പിള്ളേർ പറയാണ്, കർത്താവേ, നീ ഞങ്ങളെ ഈ എരിയുന്ന തീച്ചൂളയിൽ നിന്ന് രക്ഷിക്കുന്നില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് നീ മതി. ഇതുകൊണ്ടാണ് ദാനിയേലിന്റെ പേര് ഇതിനകത്ത് വന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാണ് കമ്മിറ്റ്മെന്റ്. ദൈവം ഒന്നും തന്നില്ലേലുണ്ട്. ദൈവം രോഗം തന്ന്, കഷ്ടപ്പാട്, ദുരിതം തന്നു, തളർത്തിയിട്ട് അങ്ങനെ, എന്നാലും ഉണ്ടല്ലോ എനിക്ക് ഈ ദൈവം മതി. ഇതാണ് ദൈവത്തിന് 1-ാം സ്ഥാനം. 3-ാമതായിട്ട് ആരാ? ജോബ്. ജോബിന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. 3000 ഒട്ടകങ്ങൾ തന്നെ. കേരള ഗവൺമെൻറ്റിന് തന്നെ 3 ഒട്ടകങ്ങളേ ഉള്ളൂ. 3000 ഒട്ടകം. അത്ര ധനവാനായ മനുഷ്യൻ. പക്ഷെ ഒറ്റയടിക്ക് എല്ലാം പോയി. പിശാച് വന്ന് ദൈവത്തോട് പന്തയം വെച്ചതാണ്. ജോബിന് പണം പോയി, പ്രതാപം പോയി, പിള്ളേർ പോയി, മക്കൾ പോയി, അവസാനം
വരട്ടച്ചൊറി പിടിച്ച് ഇങ്ങനെ ചാരത്തിലിരുന്ന് ഓടിൻ്റെ കഷ്ണം കൊണ്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാറ്റം സഹിക്കാതെ ഭാര്യ അടുക്കളയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ദൈവത്തെ ശപിച്ചിട്ട് പോയി മരിക്കും മനുഷ്യ. യോബ് എന്താ പറഞ്ഞേ? യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 21-22 വാക്യം വായിക്കാമോ? സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് അവൻ പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 21-22 വാക്യം. വായിച്ചു ശരിയാ. സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് അവൻ പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. നമുക്കൊന്ന് പറയാം, കർത്താവ് തന്നു, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ, മഹത്വപ്പെടട്ടെ. അടുത്ത വചനം കേട്ടോ. ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല. ഇതുകൊണ്ടൊന്നും, ഈ അടിയെല്ലാം കിട്ടിയിട്ടും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല. ഇതാണ് മാക്സിമം. എൻ്റെ ദൈവം കഴിഞ്ഞിട്ട് മതിയല്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഈ 3 പേര് പഴയ നിയമത്തിൽ ഈ ആബേലിൻ്റെ സ്ട്രീമിലൂടെ യാത്ര ചെയ്ത് പലതരം ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്നിട്ട് നമ്മൾ മലാക്കിയുടെ പുസ്തകത്തിൻ്റെയൊക്കെ ഒന്ന് പ്രവേശിക്കാം. അപ്പോൾ പഴയ നിയമത്തിൻ്റെ അവസാനത്തെ പുസ്തകമാണ്. പഴയ നിയമത്തിൻ്റെ അവസാനത്തെ പുസ്തകമാണ് ഏത്? ബുക്ക് ഓഫ് മലക്കായി. മലാക്കിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം വായിക്കും. തന്റെ ആട്ടിൻകൂട്ടത്തിൽ മുട്ടാട് ഉണ്ടായിരിക്കുകയും അതിനെ നേരുകയും ചെയ്തിട്ട് ഊനമുള്ളതിനെ കർത്താവിന് ബലിയർപ്പിക്കുന്ന വഞ്ചകന് ശാപം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനായ രാജാവാണ്, ജനതകൾ എന്റെ നാമം ഭയപ്പെടുന്നു. ദൈവമായ കർത്താവ് ഈ മിനിമം ക്രിസ്ത്യാനിയും മാക്സിമം ക്രിസ്ത്യാനിയും തമ്മിലുള്ള ഒരു വ്യത്യാസം പറഞ്ഞു തരികയാണ്. കർത്താവ്, നമുക്കറിയാം, പഴയ നിയമത്തിന് അവസാനത്തെ പുസ്തകത്തിൽ കർത്താവിൻ്റെ ഒരു സങ്കടമാണ്. എന്താ ആ സങ്കടം എന്നറിയാമോ? ഈ ജനം അവർ ഈ മിനിമം കൊണ്ട് ജീവിച്ച് എന്നെ വല്ലാതെ വിഷമിപ്പിക്കാൻ. 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 10-ാമത്തെ വാക്യം ദൈവം സങ്കടത്തോട് പറയുന്നൊരു വചനമാണ്. മലാക്കിയുടെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം. നിങ്ങൾ എന്റെ ബലിപീഠത്തിൽ വ്യർത്ഥമായി തീ കത്തിക്കാതിരിക്കാൻ നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചിരുന്നെങ്കിൽ. നിങ്ങൾ എന്റെ ബലിപീഠത്തിങ്കൽ വ്യർത്ഥമായി തീ കത്തിക്കാതിരിക്കാൻ നിങ്ങളിൽ ആരെങ്കിലും ആ വാതിലൊന്ന് അടച്ചിരുന്നെങ്കിൽ. ദൈവത്തിനങ്ങ് സങ്കടമാണ്. എന്താണെന്നറിയാമോ? ഇവരെല്ലാവരും ബലിയർപ്പിക്കാൻ വരും, ഇവരെല്ലാവരും പ്രാർത്ഥിക്കാൻ വരും, ഇവരെല്ലാം കുർബാനയ്ക്ക് വരും. പക്ഷേ കർത്താവിനറിയാം ഇത് പൂർണ്ണമായൊരു ഹൃദയത്തോടൊന്നും അല്ല വന്നിരിക്കും, പല വിചാരത്തോടാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ, മനസ്സൊന്നും ഇവിടെ ഒന്നും അല്ല. ഇവരിങ്ങനെ ലോകത്തിൽ ഇങ്ങനെ ഓടി ഓടി നടക്കും. പിന്നെ ഒരു മിനിമം രക്ഷപ്പെടാൻ വേണ്ടി, ഒരു മെമ്പർഷിപ്പ് പള്ളി കിട്ടാൻ വേണ്ടി, എങ്ങനെയും സ്വർഗത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്. ആഭരണം എന്തുമാത്രം ഇടാം അല്ലേ? നിങ്ങൾക്ക് ചിന്തിക്കുന്നവരുണ്ട്, കൂടുതലിട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിൽ വാതിലടഞ്ഞു പോയാലോ അല്ലേ? കഴുത്തിന് ഇറക്കം എന്തുമാത്രം കുറയ്ക്കാം, സ്വർഗത്തിൽ പോവുകയും വേണം, മാക്സിമം ആളുകളെ പ്രീതിപ്പെടുത്തുകയാണ് അല്ലേ? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഈ മിനിമം ക്രിസ്ത്യാനികളെ ലോകത്തിൽ ആഴപ്പെട്ട് കഴിയുന്നവരുണ്ട്. അവരെ നോക്കി കർത്താവ് പറയുന്ന ഒരു വചനമാണ് 13-ാം വാക്യം. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞങ്ങൾ മടുത്തു എന്ന് പറഞ്ഞ് നിങ്ങൾ എനിക്കെതിരെ ചീറുന്നു. ഞങ്ങൾ മടുത്തു എന്ന് പറഞ്ഞാൽ കുർബാനയ്ക്കൊന്നും ഇത്രയും നീളമൊന്നും വേണ്ടാന്നേ, ഒരു അരമണിക്കൂർ മിനിമം. ഞങ്ങൾ മടുക്കുകയാണ്. ഈ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ 3 വരെ എന്തോന്ന് ഇത് മടുക്കുക. അതുകൊണ്ട് 3 തവണ പോയി കഞ്ഞിവെള്ളം കുടിക്കും. പിന്നെ ഉച്ചയ്ക്ക് പറ്റിയ ഭക്ഷണം കഞ്ഞിയെ ഇവിടെ കഞ്ഞിയൊക്കെ കുടിക്കുന്നതിന് മുമ്പ് എന്തുമാത്രം പ്രാരാബ്ദം, ഇത് മടുത്ത്. കർത്താവ് പറയണത് നിങ്ങൾ ചീറുകയാണ്. എന്താണ് ചീറുക എന്ന് വെച്ചാൽ? അറിയാത്തവർ ചില ചീറുകയാണോ? ഹല്ലേലൂയ. അടുത്ത വചനം വായിക്കാമോ? അക്രമം കൊണ്ട് പിടിച്ചെടുത്തതിനെയും മുടന്തുള്ളതിനെയും രോഗം ബാധിച്ചതിനെയും നിങ്ങൾ കാഴ്ചയായി അർപ്പിക്കുന്നു. നിങ്ങളുടെ കൈകളിൽ നിന്ന് ഞാനത് സ്വീകരിക്കണമോ? കർത്താവ് ചോദിക്കുന്നു. കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ വളരെ ബന്ധപ്പെട്ട് അക്രമം കൊണ്ട് പിടിച്ചെടുത്ത മുടന്തുള്ള രോഗം ബാധിച്ചതിനെ കാഴ്ചയായിട്ട് കൊണ്ടുപോകാം. ആർക്കും വേണ്ടാത്ത അത് കൊണ്ടുവന്ന് 10 രൂപ കൊണ്ടുവന്ന് തന്നിട്ട് ഏതാണ്ടൊക്കെ വലിയ കാര്യം ചെയ്തതുപോലെ കർത്താവ് ചോദിക്കും, ഞാനിത് വാങ്ങിക്കണോ? പ്രിയപ്പെട്ടവരെ, മനസ്സുകൂടാതെ ഹൃദയം തുറവിയില്ലാതെ വിളുമ്പിൽ താമസിക്കുന്ന ആളുകൾ, തീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ, ആഴങ്ങളിലാണ് സ്വച്ഛതയും ശാന്തതയും. അപ്പം ഇവിടെ വീണ്ടും 14-ാം വാക്യത്തിൽ കർത്താവ് ചോദിക്കുകയാണ്, തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ മുട്ടാടുണ്ടായിരിക്കുകയും അതിനെ നേരുകയും ചെയ്തിട്ട് ഊനമുള്ളതിനെ മുടന്തുള്ളതിനെ കർത്താവിന് ബലിയർപ്പിക്കുന്ന വഞ്ചകന് ശാപം. ഇവിടെ ഈ മിനിമം ക്രിസ്ത്യാനിയെ നോക്കി കർത്താവ് പറയാ,
മിനിമം ക്രിസ്ത്യാനിയെ നോക്കി. എടാ നല്ലത് വീട്ടിലുണ്ട്, പക്ഷെ കർത്താവിന് കൊടുക്കുകയില്ല. ഇത് നമ്മുടെ ആത്മാവിൻ്റെ ഒരു പ്രധാനപ്പെട്ട. ഒരിക്കലും ഇങ്ങനെ ഒരു ധ്യാനം ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നപ്പം ഇവിടുന്ന് എല്ലാവരും കൂടെ ധ്യാനത്തിന് പോയി ഒരു ധ്യാനം കൂടിയാണ്. അവിടുത്തെ ബ്രദർ ഇങ്ങനെ ശക്തമായിട്ട് ദശാംശത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓടി നടന്നു പ്രസംഗി. കൂട്ടത്തിൽ എന്നെയും വിളിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ആളുകൾ ഭയങ്കരമുണ്ട്. എന്നെ നോക്കിയിട്ട് പറഞ്ഞു, അല്ലേ ബെന്നിയച്ഛൻ അച്ഛന്മാരും ദശാംശം കൊടുക്കണം. ഞാൻ അന്നേരമൊന്നും വേണ്ടിയില്ല. ഈ ദശാംശം എന്നൊക്കെ പറയുന്നത് പഴയ നിയമത്തിൻ്റെ ഒരു പദ്ധതിയാണ്, കൊടുക്കണം, വേണ്ടെന്നല്ല. ഇതൊരു ടാക്സ് കണക്കെയാണ്. പക്ഷേ ദൈവ മക്കളുണ്ടല്ലോ, ഈ ദശാംശമല്ല. ഞാൻ ചിന്തിച്ചു, കർത്താവേ ഞാൻ ഈ ദശാംശം കൊടുക്കണം, ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട്, അത് മാറ്റി വെക്കുന്നുണ്ട്. പക്ഷേ കർത്താവ് തന്ന ആഴമുള്ളൊരു ബോധ്യം എന്താണെന്നറിയോ? എടാ നീ നിൻ്റെ ജീവിതം മുഴുവനും എനിക്ക് തന്നതല്ലേ. ന്യൂ ടെസ്റ്റമെന്റ് പ്രിൻസിപ്പിൾ ഇതാ, നിന്റെ ജീവിതം മുഴുവനും കർത്താവിനുള്ളത്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ നയിക്കേണ്ടത്. കർത്താവിന് ടാക്സ് കൊടുത്ത് തൃപ്തിപ്പെടുത്താം എന്ന് കരുതരുത്. പുതിയ നിയമത്തിൻ്റെ പ്രിൻസിപ്പിൾ അതല്ല. പഴയ നിയമത്തിലായിരുന്നു 10%. സ്നാപക യോഹന്നാൻ വന്നപ്പോൾ 50-50 ആയി. 2 ഉണ്ടെങ്കിൽ 1 ദരിദ്രന് കൊടുക്കണം, 2 ഉടുപ്പുണ്ടെങ്കിൽ 1 കൊടുക്കണം. എന്നാൽ കർത്താവ് വന്നപ്പോൾ പറഞ്ഞ എന്താണെന്നറിയാമോ? നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഫുള്ളാണ്, 100-ൽ 100. ഇതാണ് ന്യൂ ടെസ്റ്റമെന്റ്. പ്രിയപ്പെട്ടവർ, ഈ ഒരു പ്രിൻസിപ്പിള് നമ്മുടെ ഉള്ളിൽ വേണം. ഇല്ല എങ്കിൽ നമ്മളൊരു ചടങ്ങ് ക്രിസ്ത്യാനിയെ, മിനിമം ക്രിസ്ത്യാനിയായി ജീവിക്കും. മറുതരമൃത്തി ഹല്ലേലൂയ, സ്വരമൃത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് കർത്താവുണ്ടല്ലോ, കർത്താവ് ഈ മാക്സിമം ക്രിസ്ത്യാനികളെ, കർത്താവിന് വേണ്ടി പൂർണ്ണമായി കൊടുക്കുന്ന ക്രിസ്ത്യാനികളെ കുറിച്ച് സുന്ദരമായൊരു വചനം ബൈബിളിൻ്റെ അവസാനത്തെ പുസ്തകത്തിൽ, അല്ല ഓൾഡ് ടെസ്റ്റമെൻറ്റിൻ്റെ പഴയ ഉടമ്പടിയുടെ പഴയ നിയമത്തിൻ്റെ മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 16, 17, 18 വാക്യങ്ങൾ സത്യയോട് കേൾക്കണേ. നമ്മളെക്കുറിച്ച് പൂർണ്ണമായി കർത്താവിന് മനസ്സും ഹൃദയവും ശരീരവും ജീവിതവും കുടുംബവും എല്ലാം കൊടുക്കുന്നവർക്ക് ദൈവം തരുന്ന ഒരു ബ്ലെസ്സിങ് കേട്ടണേ. നല്ല സുന്ദരമായ വചനം വായിക്കാമോ? അന്ന് കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം സംസാരിച്ചു. അവർ പറഞ്ഞത് കർത്താവ് ശ്രദ്ധിച്ചു കേട്ടു. അതായത് ഈ പൂർണ്ണമായ മിനിമം അല്ല, മാക്സിമം കർത്താവിന് കൊടുക്കുന്ന ആളുകളെ കുറിച്ച് കർത്താവ് പറയാണ്, ഞാൻ അവരെ ശ്രദ്ധിച്ചു കേട്ടു. അവർ പരസ്പരം സംസാരിക്കുക എന്ന് കർത്താവിൻ്റെ ദിനത്തിൽ കർത്താവ് വന്നു. അപ്പോൾ ഇവർ പരസ്പരം സംസാരിക്കുക. നമ്മൾ മിനിമം അല്ലടാ, ഫുൾ ടൈം. ചില വിശുദ്ധരെയൊക്കെ കണ്ടിട്ടില്ലേ, കർത്താവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയല്ല. എൻ്റെ കർത്താവുണ്ട്, എനിക്ക് അത് മതി. അങ്ങനെ ജീവിക്കുന്നവരെ നോക്കിയിട്ട് വചനം പറയുകയാണ്, അന്ന് കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം സംസാരിച്ചു. അവർ പറഞ്ഞത് കർത്താവ് ശ്രദ്ധിച്ചു കേട്ടു. എന്നൊരു വചനം പറയാണ്, കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് ഒരു ഗ്രന്ഥം അവിടുത്തെ മുൻപിൽ എഴുതപ്പെട്ടു. ഒരു പുസ്തകം, സ്പെഷ്യൽ ഒരു പുസ്തകം. ആരെക്കുറിച്ചാണെന്നറിയാമോ? ഈ മാക്സിമം ക്രിസ്ത്യാനികളെ കുറിച്ച്. ജീവിതത്തിൽ കർത്താവിന് വേണ്ടി എല്ലാം കൊടുക്കുന്ന, 1-ാം സ്ഥാനം കൊടുക്കുന്നവരെ കുറിച്ച് ഒരു സ്പെഷ്യൽ പുസ്തകം കർത്താവിൻ്റെ മുൻപിൽ എഴുതപ്പെട്ടിട്ടുണ്ടെന്ന്. അവരുടെ പേരതിനകത്തുണ്ട്. ഇത് ജീവന്റെ പുസ്തകത്തെക്കുറിച്ചൊന്നുമല്ല, അത് വേറെ ഉണ്ട്, അതെല്ലാവർക്കും ഒക്കെ ഉണ്ട്. സ്വർഗത്തിൽ കയറുന്ന എല്ലാവർക്കും ഉണ്ട്, അതിനകത്ത് പേരുണ്ട്. പക്ഷെ ഇവരെ കുറിച്ചൊരു സ്പെഷ്യൽ ഗ്രന്ഥം ഉണ്ടെന്ന്. എന്നിട്ട് അടുത്ത വചനം, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എന്റേതായിരിക്കും. അവർ എന്റേതായിരിക്കും. സൈന്യങ്ങളുടെ കർത്താവ് പറയാണ്, അവരുണ്ടല്ലോ, അവരെന്റേതായിരിക്കും. അവർ മിനിമം ലെവലിൽ ജീവിച്ചവരല്ല, പാസ് മാർക്കിൽ ജീവിക്കുന്നവരല്ല. അവരുടെ ജീവിതത്തിൽ എനിക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത്. അവരെ കുറിച്ച് കർത്താവ് പറയാണ്, അവർ എന്റേതായിരിക്കും. അടുത്ത വചനം, ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എന്റെ പ്രത്യേക അവകാശമായിരിക്കും. എന്റെ വരവിന്റെ ദിവസമുണ്ടല്ലോ, അവരെ കുറിച്ച് കർത്താവ് പറയാണ്, അവരെന്റെ പ്രത്യേക അവകാശമായിരിക്കും. പിതാവ് തന്നെ സേവിക്കുന്ന പുത്രനെ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും. ഈ ബന്ധമുണ്ടല്ലോ, അപ്പനും മകനും തമ്മിലുള്ള ബന്ധം പോലൊരു ബന്ധമായിരിക്കും അവർ തമ്മിൽ. യജമാനും ദാസനൊന്നും അല്ല, ഒരു പ്രത്യേക ബന്ധമാണ്. നിങ്ങൾക്കറിയാം, ഒരു വീട്ടിലെ ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അപ്പം പറയാണ്, അച്ഛാ ഇത് വാസു, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണേ. അപ്പോഴാണ് മോൻ വന്നത്. അച്ഛാ ഇതെൻ്റെ മൂത്ത മോനാ. സെർവൻറ്റും മകനും വ്യത്യാസമുണ്ടോ? ഉണ്ട്. ഈ അപ്പൻ്റെ മുഴുവൻ അവകാശവും ഈ മകനാ. ഈ മകൻ്റെ ഇടപാട് എങ്ങനെ ആയിരുന്നറിയാവോ? ഈ വാസു രാവിലെ 8 തൊട്ട് 5 മണി വരെ ജോലി ചെയ്യും. പിന്നെ എക്സ്ട്രാ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓവർ ടൈം പൈസ കൊടുക്കണം. മകൻ അങ്ങനല്ല, അപ്പൻ്റെ കൂടെ രാത്രി 10 മണി വരെ വേണമെങ്കിലും ജോലി ഇറങ്ങും. കാരണം എൻ്റെ അപ്പനായത്. ഇതാണ് പ്രിയപ്പെട്ടവരെ പൂർണ്ണമായൊരു സമർപ്പണം. എൻ്റെ അപ്പന. അതുകൊണ്ടാണ് പറയുന്നത്, ഈ അപ്പനും മക്കളും തമ്മിലൊരു ബന്ധം പോലെ ആയിരിക്കും. അത് കർത്താവ് വിളിച്ചു പറയുകയാണ്. വീണ്ടും 18-ാം വാക്യം,
അപ്പോൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ഒരിക്കൽ കൂടി തിരിച്ചറിയും. നിങ്ങൾ അന്നേരം തിരിച്ചറിയും, ദൈവത്തെ സേവിച്ചവനാരാ, ദൈവത്തെ സേവിക്കാത്തവൻ. രണ്ടും ക്രിസ്ത്യാനികളാ. പക്ഷെ ഇതിനകത്തും പ്രിയപ്പെട്ടവരെ ഈ വേർതിരിവുണ്ടാകും, ദൈവത്തെ സേവിക്കുന്നവനും ദൈവത്തെ സേവിക്കാത്തവനും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളൊരു മിനിമം ക്രിസ്ത്യാനിയായി ജീവിക്കാനല്ല കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമുക്ക് ഈ ദുഃഖവെള്ളിയാഴ്ചയൊക്കെ വരിക, ഇനിയും ദുഃഖവെള്ളിയാഴ്ച ചില പള്ളികളൊക്കെ പൊളിച്ചു പണിയണമെന്നൊക്കെ ആര് പറയും. എന്താ പറയുക, ദുഃഖവെള്ളിയാഴ്ച ആൾ കൂടുതലാണ്. അല്ലാത്ത ദിവസം 100 പേരെ വരത്തുള്ളൂ. ദുഃഖവെള്ളിയാഴ്ച ഒരു 200 പേര് വരും. എന്താ, ഇതുവരെ പള്ളി വരാത്ത മിനിമം ക്രിസ്ത്യാനികൾ. അവരൊന്ന് കർത്താവിനെ കുരിശുമേ തറച്ചിട്ട് പോകും, പിന്നെ ഉയർപ്പിന് പോലും വരത്തില്ല. ഇതൊക്കെ വലിയ ശാപമാണ്. കർത്താവ് പറയാണ് ഇത് വഞ്ചനയാണ്, ശാപമാണെന്ന്. മുടന്നുള്ളതിനെ കർത്താവിന് സമർപ്പിക്കുന്ന കണക്കെയാണെന്ന്. ദുഃഖവെള്ളിയാഴ്ച മാത്രം വന്ന് തലേന്ന് കാണിച്ചിട്ട് പോന്നേ, മിനിമം പാസ് മാർക്ക് ഇടി എങ്ങനെയും സ്വർഗത്തിൽ പോകാൻ. കർത്താവ് പറയാണ് ഇത് വഞ്ചനയാണ്, എന്നെ പറ്റിക്കുകയാണിത്. സ്നേഹമുള്ളവരെ, അങ്ങനെ ഈ മിനിമം ജീവിക്കുന്ന ആളുകൾ, പള്ളികളൊക്കെ ഇങ്ങനെ ചാടി നടക്കുന്ന ആളുകൾ, പള്ളിക്കാർ കൊള്ളത്തില്ല, അച്ഛൻ പോരാ, അതുകൊണ്ട് ഞാൻ മറ്റേ പള്ളി പോയി നോക്കട്ടെ എന്ന് കരുതി അങ്ങനെ ചാടി നടന്നിട്ട് ലോകത്തിൻ്റെ കാര്യങ്ങളിലെല്ലാം ഇൻവോൾവ് ആയിട്ട് നടക്കുക. ബൈബിളിൽ പുതിയ നിയമത്തിൽ വളരെ പെട്ടെന്ന് 2 പേരെ കൂടി കണ്ടുകൊണ്ട് ഈ ചർച്ച നമുക്ക് ധ്യാനം സമാപിപ്പിക്കാം. അത് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. പുതിയ നിയമത്തിൽ 2 പേരെക്കുറിച്ച് 2 ഉദാഹരണം കർത്താവ് വെളിപ്പെടുത്തുന്നതാണ്. ആര്? ഈ കമ്മിറ്റഡ് ആയിട്ടുള്ള ക്രിസ്ത്യാനികൾ, പൂർണ്ണമായിട്ട് ജീവിതത്തെ കർത്താവിന് മാറ്റിവെച്ച 2 പേരെ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഉയർപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവമാണ് നമ്മൾ വായിച്ചു കേൾക്കാം. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലേന മറിയം ശവകുടീരത്തിന്റെ സമീപത്തേക്ക് വന്നു. ശവകുടീരത്തിന്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. അവൾ ഉടനെ ഓടി ശിമയോൻ പത്രോസിന്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യന്റെയും അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. എന്നാൽ അവനെ അവർ എവിടെ വെച്ചുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോടുകൂടെ കല്ലറയുടെ അടുത്തേക്ക് പോയി. അവർ ഇരുവരും ഒരുമിച്ച് ഓടി. എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗം ഓടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി. കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു. എങ്കിലും അവൻ അകത്ത് പ്രവേശിച്ചില്ല. അവന്റെ പിന്നാലെ വന്ന ശിമയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തൂവാല കച്ചയോടുകൂടെ അല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും അവൻ കണ്ടു. അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യമെത്തിയ മറ്റേ ശിഷ്യനും അകത്തു പ്രവേശിച്ച് കണ്ട് വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു എന്ന തിരുവെഴുത്ത് അവർ അതുവരെ മനസ്സിലാക്കിയിരുന്നില്ല. അനന്തരം ശിഷ്യന്മാർ മടങ്ങിപ്പോയി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 2 ശിഷ്യന്മാർ, ഈശോയുടെ ശിഷ്യൻ, ഒരാണും ഒരു പെണ്ണും, 2 പേരെ പരിചയപ്പെടുക. ഇവരുടെ മനോഭാവം എന്താണെന്നറിയാം? പൂർണ്ണമായിട്ട് കർത്താവിനെ സമർപ്പിച്ച 2 പേര്. ഒന്ന് മറിയം മഗ്ദലേന. എന്താണ് ഈ കമ്മിറ്റ്മെൻറ്റ്? ഇവർ മിനിമം കൊണ്ട് തൃപ്തിപ്പെടുന്നവരല്ല. 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലേന മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു. ഈ കേസ് ഗവൺമെൻറ് ഏറ്റെടുത്തൊരു കേസാണ്. വിപ്ലവം പ്രസംഗിച്ച ഒരു ചെറുപ്പക്കാരനെ കൊന്ന് കുഴിമാടത്തിൽ വെച്ച് അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ആ ഒരു വിവാദം നിലനിൽക്കെ പട്ടാളക്കാരെ കാവൽ നിർത്തിയ വിവാദമായ ഒരു കുഴിമാടത്തിൽ അതിരാവിലെ പാട്ടവളക്കം കത്തിച്ചുകൊണ്ട് ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ സെമിത്തേരിയിലേക്ക് ഒരു പെണ്ണ് വരിക. ഇതിൻ്റെ പേരാണ് കമ്മിറ്റ്മെൻറ്റ്. ഹൃദയത്തിൽ നിന്നായി വരവ്. പ്രിയപ്പെട്ടവർ, ഇരുട്ട് പേടിയില്ല, സെമിത്തേരി പേടിയില്ല, ഒറ്റയ്ക്ക് വരാൻ പേടിയില്ല. ഇവൾക്ക് അവനോടുള്ള സ്നേഹം. എന്നിട്ടോ കരഞ്ഞുകൊണ്ട് ആ കുഴിമാടത്തിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് പെട്ടെന്ന് നോക്കുമ്പോൾ കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നു. ഇരുട്ടാണ്, കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നു. അവൾ അകത്ത് പ്രവേശിച്ചില്ല. ഓടി ചെന്നിട്ട് ആരോടൊക്കെ ഇത് പറയുന്നേ? പത്രോസിനോടും യോഹന്നാനോടും. ഇവർ 2 പേരും കേട്ട പാടെ ഓടി. അപ്പം ആദ്യമേ ഈ പെങ്കൊച്ചിൻ്റെ സ്നേഹം, കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രതിസന്ധികളും അവൾ ഓവർകം ചെയ്തു. കാരണം എന്താ? കർത്താവിനോടുള്ള സ്നേഹം. ഇതാണ് പുതിയ നിയമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് എൻ്റെ കർത്താവ് മാത്രം മതി എന്നുള്ള ആ കമ്മിറ്റ്മെൻറ്റ്. മാക്സിമം എൻ്റെ കർത്താവിന്. അപകടം വരും, ഇരുട്ടാണ്, സെമിത്തേരിയാണ്, പ്രേതം പിടിക്കാം,
ഇവളിൽ നിന്നാണ് 7 ഭൂതത്തെ കർത്താവ് പുറത്താക്കിയെന്ന് പറയുക. അവക്കറിയാം ഇനിയും ഇതിൽ ഭൂതമൊന്നും വരാനില്ല, എൻ്റെ കർത്താവാണ് വലുത്. ജീവിതത്തിൽ അവൾ ഒത്തിരി സഹിച്ചിട്ടുണ്ട്, എല്ലാ ഭൂതങ്ങളും വേട്ടയാടിയിട്ടുണ്ട്. പക്ഷേ അവൾക്കൊന്നിനെയും പേടിയില്ല, എൻ്റെ കർത്താവിനാണ് ഒന്നാം സ്ഥാനം. പഴയ അനുഭവങ്ങളെല്ലാം അവൾക്ക് ഉത്ഥാനത്തിൻ്റെ സാക്ഷ്യമായി മാറാനുള്ള പ്രേരക ശക്തിയായി. പ്രിയപ്പെട്ടവരെ, അവൾ ശവകുടീരത്തിന് സമീപത്തേക്ക് വന്നു. എന്നിട്ട് അവൾ തിരിച്ചോടി ചെന്നിട്ട് പത്രോസിനോട് യോഹന്നാനോട് പറഞ്ഞു. ഇനി അടുത്തത് 4-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗത്തിലോടി. അതെന്താ കാര്യം? നമ്മൾ പറയും പത്രോസിന് പ്രായമായിരുന്നു, യോഹന്നാൻ ചെറുപ്പമായിരുന്നു. ശരിയായിരിക്കാം. പക്ഷേ യോഹന്നാൻ ശ്ലീഹ അങ്ങനല്ല പറയുന്നത്. യോഹന്നാൻ ശ്ലീഹ പറയുന്നത് എന്താണെന്നറിയാമോ? സ്നേഹത്തിന് വേഗത കൂടും. കാരണം യേശു സ്നേഹിച്ച ശിഷ്യനാണ് ഈ കൂടുതൽ വേഗത്തിലോടുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ശിഷ്യൻ കൂടുതൽ ഓടാൻ കാര്യം എന്താണെന്നറിയാമോ? ഈശോയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്ന ശിഷ്യനായത്, കുരിശോളം എല്ലാവരും ഉപേക്ഷിച്ചിട്ട് ഉപേക്ഷിക്കാതെ കൂടെ നടന്ന ശിഷ്യനായത്, അവൻ്റെ സ്നേഹത്തിന് വേഗത കൂടും. നമുക്കറിയാം, ഒരു വീട് കത്തുക, നമ്മളെല്ലാം വീട്ടിലേക്ക് ഓടുകയാണ്, എങ്ങനെയും വെള്ളം ഒഴിച്ചത് കെടുത്താൻ. അപ്പോൾ ഒരു സ്ത്രീ വളരെ വേഗത്തിൽ നമ്മുടെ ഇടയിലൂടെ ആ വീട്ടിലേക്ക് ഓടുന്നുണ്ടെങ്കിൽ കാരണം എന്താണെന്നറിയാം, അത് അവിടെ വീടായുണ്ട്. മാത്രമല്ല നമ്മുടെ കുഞ്ഞ് വീട്ടിൽ പെട്ടുപോയിട്ടുണ്ട്. സ്നേഹത്തിന് വേഗത കൂടും. ഈ കല്ലറയിലുള്ളത് അവൻ്റെ പ്രിയപ്പെട്ട നാഥന, അവന് വേഗത കൂടും. പ്രിയപ്പെട്ടവരെ, അവൻ ഓടിച്ചെന്നു. ഇനി ശ്രദ്ധിക്കണം, കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു. ആര്? യോഹന്നാൻ. കണ്ടു എന്നൊരു വാക്ക്, ഇതിൻ്റെ ഗ്രീക്ക് ഭാഷയിൽ ആ വാക്ക്, മലയാളത്തിൽ കണ്ടു 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 എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഗ്രീക്ക് വാക്ക് ബ്ലേപ്പോ എന്നൊരു വാക്കാണ്. ബ്ലേപ്പോ എന്താണ്? ബ്ലേപ്പോ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ സൈറ്റ്. ഇപ്പം നിങ്ങൾ എന്നെ കണ്ടു, ബെന്നിയച്ചൻ ഇവിടെ നിൽപ്പുണ്ട്, ഞാൻ കീബോർഡ് വിട്ടിരിക്കുന്നത് കണ്ടു, ഞാൻ റംബാച്ചനെ കണ്ടു, ഫിസിക്കൽ സൈറ്റാണ്. യോഹന്നാൻ ശ്ലീഹ ആദ്യമേ കുനിഞ്ഞ് ഈ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഒരു ഫിസിക്കൽ സൈറ്റ്, കച്ച അവിടെ മാറ്റി വെച്ചിരിക്കുന്നത് കണ്ടു. ആളില്ല. വീണ്ടും അവൻ്റെ പിന്നാലെ വന്ന ശിമയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. അവിടെ കച്ച കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തൂവാല കച്ചയോടുകൂടെയല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നതും അവൻ കണ്ടു. ആര്? പത്രോസ് കണ്ടു. ആ കണ്ടു എന്ന വാക്ക് നമുക്കറിയാം, ഈ സുവിശേഷം ആദ്യം എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലാണ്, കൊയിനെ ഗ്രീക്ക്. ആ കണ്ടു എന്ന വാക്കിന് ഗ്രീക്ക് എന്താ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? തയറോയോ എന്നൊരു വാക്ക്. തിയറി എന്നൊക്കെയുള്ളത്, തിയറി അല്ലേ കൂട്ടാ, തിയറി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ഗവേഷണം, തിയറി. തയറോയോ എന്ന വാക്ക് എന്താണ് അങ്ങനെ പറയാൻ കാര്യം? പത്രോസ് വന്നിട്ട് ഇത് ഒബ്സർവ് ചെയ്തു. സഭയുടെ തലവൻ വന്നിട്ട് പരിശോധിക്കുകയാണ്. കച്ച ചുരുട്ടി വെച്ചിരിക്കുന്നു, ആളില്ല, ഉത്ഥാനം നടന്നിട്ടുണ്ട്. പത്രോസ് ലീഡറാണ്. പത്രോസ് ഇത് പരിശോധിച്ചു. തൈറോയോ. എന്നാൽ അടുത്ത വചനം ഉണ്ടല്ലോ, 8-ാം വാക്യം വായിക്കാമോ? അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യം എത്തിയ മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ട് വിശ്വസിച്ചു. അവിടെയും കണ്ടു എന്നാണ് എഴുതിയേക്കുന്നത്. ആദ്യമേ യോഹന്നാൻ ശ്ലീഹ വന്ന് കണ്ടു, അതൊരു ഫിസിക്കൽ സൈറ്റാ, അതിൻ്റെ പേര് ബ്ലേപ്പോ. രണ്ടാമത് പത്രോസ് വന്ന് കണ്ടു, പക്ഷേ അത് തെയറോയോ എന്ന പരിശോധിച്ചു എന്ന അർത്ഥത്തിലാണ്, ഒബ്സർവ് ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ്. എന്നാൽ ഇവിടെ 3-ാമത്തെ വാക്യം, ആ വാക്ക് ഉപയോഗിക്കുന്നത് ഒറായോ എന്നൊരു വാക്ക്. ഒറായോ, കണ്ടു. 3ഉം കണ്ടു എന്നാണ് മലയാളത്തിൽ. പക്ഷേ അർത്ഥം എന്താണെന്നറിയാവോ? ഒറായോ, ഹൃദയം കൊണ്ട് കണ്ടു, കണ്ട് വിശ്വസിച്ചു. എന്ത്? അവൻ ഉയർത്തെഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ ശ്ലീഹ കർത്താവ് ഉത്ഥാനം ചെയ്ത കാഴ്ച കണ്ടിട്ടില്ല, ഉത്ഥിതനെ കണ്ടിട്ടില്ല. പക്ഷേ യോഹന്നാൻ ശ്ലീഹ കണ്ടു വിശ്വസിച്ചു. എന്ന് വെച്ചാൽ യോഹന്നാൻ ശ്ലീഹ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, സ്നേഹം കൊണ്ട് വിശ്വസിച്ചു, എൻ്റെ ഗുരു ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പിന്നീട് തോമസിന് കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ കർത്താവ് പറയുന്നുണ്ട് തോമസിനോട്, തോമസേ ഇങ്ങ് വാ, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ വിലാവിൽ കൈവച്ച് നോക്ക്, പരിശോധിക്ക്, അറിയ്, കണ്ടു വിശ്വസിക്ക്. എന്നിട്ട് പറയുകയാണ്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഞാൻ വിചാരിച്ചു നമ്മളെക്കുറിച്ച്, പിൽക്കാലത്ത് ജീവിച്ചിരിക്കുന്ന നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. കാണാതെ വിശ്വസിക്കുന്ന നമ്മളാണല്ലോ. പക്ഷേ അതല്ല, യോഹന്നാൻ ശ്ലീഹ പറയുന്നത് കാണാതെ വിശ്വസിച്ച ഒരാളുണ്ട് ഇവിടെ. ആരാത്? യോഹന്നാൻ ശ്ലീഹ. ഉദ്ധിതനെ കാണുന്നതിന് മുൻപ് അവൻ സ്നേഹം കൊണ്ട് വിശ്വസിച്ചു, എൻ്റെ ഈശോ ഉയർത്തെഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, അതാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയാം.
പ്രിയപ്പെട്ടവരെ, ഇതാണ് യോഹന്നാൻ ശ്ലീഹ. ഇങ്ങനെ യോഹന്നാൻ ശ്ലീഹ പൂർണ്ണമായി ഈശോയ്ക്ക് കൊടുത്തു. അത് എന്താണെന്നറിയോ? ഈശോയുടെ മനോഭാവമാണ്. ഈശോ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. യോഹന്നാൻ 17-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിൽ അപ്പനോട് പ്രാർത്ഥിക്കുക, അപ്പാ എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാ, അങ്ങേക്കുള്ളതെല്ലാം എൻ്റേതുമാ. 10% അല്ല, 100%. അപ്പാ എനിക്കുള്ളതെല്ലാം നിൻ്റേതാ, നിനക്കുള്ളതെല്ലാം എൻ്റേതാ. ഇതാണ് മാക്സിമം ക്രിസ്ത്യാനി, മാക്സിമം. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈശോ കാണിച്ചത്. ഇതാണ് യോഹന്നാൻ ശ്ലീഹ മനസ്സിലാക്കിയത്. ഇതാണ് മറിയം മഗ്ദലേന അനുഭവിച്ച സ്നേഹം. നമ്മളെ ദൈവം ഈ പെസഹ കാലം വിളിക്കുന്നത് മിനിമം ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ. ഈ ശുശ്രൂഷകളൊക്കെ വരികയാണ്. അടുത്ത ആഴ്ച നമുക്ക് ദുഃഖവെള്ളിയാണ്, ഇവിടെ ധ്യാനമില്ല, നമുക്കറിയാം. അതിനടുത്ത ആഴ്ച ഉണ്ടാകും. നമ്മൾ ഈ ഒരാഴ്ച കൂടുതൽ ബഹളങ്ങളൊന്നും പോകാതെ പ്രിയപ്പെട്ടവരെ മൗനത്തിൽ, നിശബ്ദതയിൽ കർത്താവിനോടൊപ്പം ആയിരുന്ന് കർത്താവിൻ്റെ സ്നേഹം ഒന്ന് അനുഭവിക്കാം. ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. വിളുമ്പിൽ ജീവിക്കാതെ കുറെ കൂടി ആഴങ്ങളിലേക്ക് ജീവിക്കും. വരമ്പത്ത് നിൽക്കാതെ കുറെ കൂടി ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. നമുക്ക് മിനിമം ജീവിച്ച് പരാപരം ജീവിച്ച് മടുക്കുന്നതിലും നല്ലത് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് മെല്ലെ ഇറങ്ങാൻ കർത്താവ് കൃപ തരും. അതൊരു വരമാണ്. ഈശോട് ചോദിക്കുന്നവർക്കെല്ലാം ആ കൃപ തരും. തുടർന്ന് വരുന്ന സമയം നമുക്ക് ഈശോട് പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ് നിൽക്കും.